എൻജിൻ ഓയിൽ കത്തിപ്പോവുക, വെള്ളപ്പുക, കറുത്ത പുക, അതുപോലെ തന്നെ മൂളിച്ച സൗണ്ട്, വലി കുറവ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇവൻ കാരണം വരും കേട്ടോ. ഇതാണ് ടർബോ. ഈ ടർബോ കംപ്ലൈൻറ്റിനോട് ഇത്രയും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യണം ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിപ്പാ, ഇതുണ്ട് നമ്മുടെ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഷാഫ്റ്റ് ഉണ്ട്, നോക്കിക്കോണേ, കണ്ടോ ഷെയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ബാക്കിൽ നിന്ന് ഷെയ്ക്ക് ചെയ്യുന്നത് കേട്ടോ, കണ്ടോ ഷെയ്ക്ക് വന്നിട്ടുണ്ടോ. ഇത്രയും ഷെയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ടർബോ കംപ്ലൈൻറ്റ് എന്നുള്ളതുണ്ട്. അതുപോലെ നമുക്കിത് കറക്കി നോക്കാം. കറക്കി നോക്കുന്ന സമയത്ത് ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ടർബോ കംപ്ലൈൻറ്റ് ആണ് കേട്ടോ, കോറ് കംപ്ലൈൻറ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ മൈന്യൂട്ടായിട്ട് നമ്മുടെ ഇൻ്റർകൂൾ നോസിലൊക്കെ മിക്ക ആൾക്കാരും പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആണ്. ഇൻ്റർകൂളിൻ്റെ മേളിലൊക്കെ ചെറിയ രീതിയിൽ ഓയിൽ കടിച്ചിട്ടുണ്ടാവും. അതും ഈ ടർബോ വീക്ക് ആകുമ്പോഴും അതുപോലെ തന്നെ എൻജിൻ സൈഡ് വീക്ക് ആകുമ്പോഴൊക്കെയാണ് അങ്ങനെ ഓയിൽ ചെറിയ രീതിയിൽ കനിച്ച് വരുന്നത് കേട്ടോ. പക്ഷേ അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല. 1 lakh എബോവ് ആകുമ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ ഓയിൽ വരാറുണ്ട്. ഇൻ്റർകൂൾ ചെറിയ രീതിക്ക് ഓയിൽ അടിക്കാറുണ്ട് കേട്ടോ. വലിയ ലീക്ക് ആവുന്നത് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ആവുന്നത് ഈ ടർബോ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം കേട്ടോ. അപ്പോൾ ടർബോ കംപ്ലൈൻറ്റ്സ് എന്നാൽ ഇത്രയും കംപ്ലൈൻറ്റ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചോ.